മുസ്ലിയാരുടെ സംസ്കാരമല്ല ഇവിടുത്തെ മുജാഹിദിന്റെ സംസ്കാരം. നേരെ മറിച്ച് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ആക്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുകയും ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്ത, ഇന്ത്യക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ KM മൗലവിയെ പോലുള്ള, വക്കം മൗലവിയെ പോലുള്ള, അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ആളുകളുടെ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തെ ജമാഅത്തുകാർ വിരട്ടുകയാണ്. നിങ്ങൾ നാട് വിടേണ്ടി വരുമെന്ന്. ഒരിടത്തും പോകേണ്ടി വരില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്താൽ, അങ്ങനെ ഒരു കാരണത്താൽ നാട് വിടാൻ എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ ജമാഅത്തുകാർക്കാണ്. കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോ ആ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ പോലും പുറം തിരിഞ്ഞു നിന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. തെളിവുകൾ വളരെ വ്യക്തമായി നമുക്ക് മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ ആത്മഹത്യാപരമായ അപകടകരമായ വാദഗതികളെ, തീവ്രവാദകരമായ ചിന്താഗതികളെ ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനം എതിർത്തപ്പോ രാഷ്ട്രീയ ശിർക്കിന്റെ വാഗ്ദാക്കളെന്നും അതുപോലെ തന്നെ ശ്മശാന വിപ്ലവത്തിന്റെ വാഗ്ദാക്കളെന്നും ലോകം തിരിയാത്തവരെന്നും അതുപോലെ തന്നെ അപൂർണ ദീനിന്റെ വാഗ്ദാക്കൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പരിഹസിച്ചു. പക്ഷേ മുജാഹിദുകൾ സധൈര്യം മുന്നോട്ട് പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ പാപ്പരത്വം ബോധ്യപ്പെടുത്തി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താ? വോട്ടിൽ ശിർക്കായിരുന്നു എന്ന് പറഞ്ഞ ജമാഅത്തുകാര് പിന്നെ നയം മാറ്റുകയാണ്. നയം മാറ്റിയിട്ട് പിന്നെ പറഞ്ഞത് എന്താ? ഇനി വോട്ട് ചെയ്യാം, പക്ഷേ മൂല്യം നോക്കി വോട്ട് ചെയ്യണം. മൂല്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. ആയിക്കോട്ടെ, മൂല്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താൽ ശിർക്കാവില്ല എന്ന് എവിടെയാ പറഞ്ഞത്? ഈ മൂല്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചാൽ അവരെങ്ങോട്ടാ പോണ? പാർലമെന്റിലേക്കല്ലേ, നിയമസഭയിലേക്കല്ലേ? ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള അനിസ്ലാമിക ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ മുന്നണി പോരാളികളായിക്കൊണ്ടല്ലേ അവര് പോകുന്നത്? മൂല്യം നോക്കിയത് കൊണ്ട് ആള് പോകുന്ന സ്ഥലം മാറോ? ഇല്ല. പക്ഷേ ജമാഅത്തുകാരൻ പറഞ്ഞു, നമ്പർ മാറ്റി, അടവ് മാറ്റിയിട്ട് പറഞ്ഞു, ഇത്രയും കാലം പറഞ്ഞത് നിങ്ങൾ മറന്നേക്കുക, ഇനി മുതൽ നമുക്ക് വോട്ട് ചെയ്യാം. പക്ഷെ വോട്ട് ചെയ്യുമ്പോ മൂല്യം നോക്കി വേണം വോട്ട് ചെയ്യാൻ. അങ്ങനെ മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ തുടങ്ങി. 2 സ്ഥാനാർത്ഥികൾ എടുത്ത് നിന്നാല് ജമാഅത്തെ ഇസ്ലാമിക്കാര് മൂല്യമീറ്ററുമായി പോയി. അവസാനം ജമാഅത്തെ ഇസ്ലാമിന്റെ മൂല്യമീറ്ററിൽ പലപ്പോഴും തെളിഞ്ഞത് മൂല്യമില്ലാത്ത ആൾക്കാരാണ്. അബ്ദുസമദ് സമദാനി, KT കുഞ്ഞു മുഹമ്മദ്, രണ്ടുപേരും കൂടെ മത്സരിക്കാൻ. അബ്ദുസമദ് സമദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മതപരമായ രംഗങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെയായി നിലകൊള്ളുന്ന ഒരാളാണ്. KT കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞാലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, അദ്ദേഹം സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട്, സംവിധായകവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അന്ന് പാർട്ടിയല്ല നോക്കുന്നതെന്നാ. നമ്മെ സംബന്ധിച്ചിടത്തോളം പാർട്ടിപരമായ ഒരു വിശദീകരണമല്ല ഇവിടെ നൽകുന്നത്. ആ നിലക്ക് അവര് വ്യക്തിപരമായ മൂല്യം നോക്കിയപ്പോ മൂല്യം കണ്ടത് ആർക്കാണ്? കുഞ്ഞു മുഹമ്മദിനാണ്. സമദാനിക്ക് മൂല്യമില്ല. അങ്ങനെ പല രംഗത്തും ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള അഴകുഴമ്പം നയം സ്വീകരിച്ചുകൊണ്ട് മാറിയിരുന്നു. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില കുപ്രചരണങ്ങൾ ഈ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂര് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞു പരത്തിയത് എന്താണെന്നറിയോ? ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി LDF വോട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ അതിലുള്ള ദേഷ്യം തീർക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇവർ പരിപാടി വെച്ചത്. പറയാ. അപ്പൊ ആ കുപ്രചരണം ഈ പരിപാടി തീരുമ്പോ ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഞാൻ ബോധ്യപ്പെടുത്തും. LDF-കാർക്ക് ജമാഅത്തുകാരെ വിശ്വസിക്കാൻ പറ്റോ ഇല്ലേ? LDF-കാർക്ക് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കാൻ പറ്റോ ഇല്ലേ? ഇരുന്നിടം തുറന്ന് ശീലിച്ചിട്ടുള്ള ജമാഅത്തുകാർ LDF-നെ കാലുവാരുമോ? LDF-നെതിരെ വല്ലതും പറയുമോ? LDF-നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? LDF-ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഈ പരിപാടി തീരുമ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ബോധ്യപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് സ്ഥാനമല്ല. ഇവിടെ ആദർശത്തെയാണ് എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ തട്ടിപ്പുകളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സമുദായത്തിന് നേരെയുള്ള അക്രമങ്ങളെ, ചിന്താമരവിപ്പുകളെ, മറ്റൊന്നും ചിന്തിക്കാൻ അനുവദിക്കൂല. ജമാഅത്ത് പറയുന്നത് അപ്പാടെ സ്വീകരിച്ചോണം അനുയായികള്. അതിനപ്പുറം ചോദ്യം ചെയ്യാൻ പാടില്ല, അതിനപ്പുറം ചിന്തിക്കാൻ പാടില്ല. അതിനപ്പുറം പറയുന്നവനൊക്കെ മന്ദബുദ്ധി, ഇവര് മാത്രം ലോകം തിരിഞ്ഞവര്. ഈ ചിന്താഗതി മാറ്റണം. അതിനുവേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാര് മൂല്യം നോക്കി വോട്ട് ചെയ്യാന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ലടോ ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ ചീത്ത പറഞ്ഞല്ലോ. ഞങ്ങളെ എന്താ ചീത്ത പറഞ്ഞത്? ഞങ്ങൾ രാഷ്ട്രീയ ശിർക്കിന്റെ ആളുകളാണ് മുജാഹിദുകൾ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്ത എല്ലാ മുസ്ലിങ്ങളും രാഷ്ട്രീയ ശിർക്കിന്റെ ആളുകൾ, അവർ വോട്ട് ചെയ്യുന്നു അല്ലേ?
അപ്പോ എന്താണ് നിങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കാരണം? അപ്പോ അതിനൊരു വ്യാഖ്യാനം മാത്രമല്ല, ഈ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന സമയത്തും ജമാഅത്തുകാർക്കല്ലാത്തവർക്കൊക്കെ ആക്ഷേപം. അതെന്താണ്? ജമാഅത്തുകാർക്കല്ലാത്തവർക്കൊക്കെ ആക്ഷേപം. എന്താ ആക്ഷേപം? നിങ്ങളുടെ കൂട്ടത്തിൽ എന്താണ്, നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഒരു നിലപാടെടുക്കാൻ ഇസ്ലാമികമായി സാധിച്ചിട്ടില്ല. നിങ്ങൾ ചില ആളുകൾ LDF-ലാണ്, വേറെ ചില ആളുകൾ UDF-ലാണ്, വേറെ ചില ആളുകൾ ലീഗിലാണ്. ഇങ്ങനെ പലരും പലതാണ്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാൻ ഒരു ഉദാഹരണവും പറയും. എന്ത്? ഒരു 10 മുജാഹിദിനെ വിളിക്കുക, എന്നിട്ട് UDF മാറിക്കാൻ പറയാം, അപ്പൊ കുറെ അങ്ങോട്ട് മാറും. LDF മാറിക്കാൻ പറയാം, അപ്പൊ കുറെ അങ്ങോട്ട് മാറും. ലീഗാരം മാറിക്കാൻ പറയാം, അപ്പൊ കുറെ അങ്ങോട്ട് മാറും. അങ്ങനെ അവസാനം നോക്കുമ്പോ പലതും പല കോണിലായിരിക്കും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനൊന്നല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ രൂപത്തില് പല പ്രസ്ഥാനങ്ങളും, ഭൗതിക പ്രസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ ഒരു നേതൃത്വവും, എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ മറ്റൊരു നേതൃത്വവും സ്വീകരിച്ചവരാണ്. എന്നിട്ട് വലിയൊരു ചോദ്യം. എന്താ ജമാഅത്തുകാരന്റെ ചോദ്യം? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ സ്വഹാബികൾ, ആ സ്വഹാബികളിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകള് ദീനിന്റെ കാര്യത്തിൽ പള്ളിയിൽ വരുമ്പോൾ ഒരു നേതൃത്വവും, പള്ളിക്ക് പുറത്തിറങ്ങിയാൽ അബൂജഹലിന്റെ നേതൃത്വവും സ്വീകരിച്ചിരുന്നുവോ? പള്ളിയിൽ മുഹമ്മദ് നബിയുടെ നേതൃത്വവും പള്ളിക്ക് പുറത്ത് അബൂജഹലിന്റെ നേതൃത്വവും സ്വീകരിച്ചിരുന്നു. ആര്? പ്രവാചകന്റെ സഹാബത്ത്. നമ്മളോട് ചോദിക്കുക, കാര്യം എന്താ? നിങ്ങള് ദീനിന്റെ കാര്യത്തിൽ നിൽക്കുമ്പോ ഒരു നേതൃത്വം, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ വേറൊരു നേതൃത്വം, അങ്ങനെ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് ജമാഅത്തുകാരൻ ചോദ്യം ചോദിച്ചു. ഞാനിത് വെറുതെ